കോഴിക്കോട് രൂപതയുടെ വികാരി ജനറലായ ഏറ്റവും ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജെൻസൺ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യരായ ഫ്രാൻസിനച്ച, റാപ്സിനച്ച, ബഹുമാന്യരായ സിസ്റ്റേഴ്സ് ആനി, മിനി, ബഹുമാന്യരായ സഹകാർമ്മികരെ, ഏറ്റവും വാത്സല്യമുള്ള അമ്മച്ചി, മറ്റു മക്കളെ, കുടുംബാംഗങ്ങളെ, യേശുവിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, അമ്മച്ചിയും 7 മക്കളും ചേർന്ന് ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുന്ന നൊമ്പരത്തോടെ കുടുംബനാഥന്, അപ്പച്ചന് യാത്രയയപ്പ് നൽകുകയാണ്. 7 മക്കളടങ്ങിയ കുടുംബം. പക്ഷേ നമ്മളിവിടെ അനുഭവിക്കുന്നത് അതേക്കാൾ എത്രയോ വിശാലമായ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ പ്രത്യേകമായി മഞ്ഞുമൽ പ്രോവിൻസിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഫ്രാൻസിനച്ഛനും റാപ്സിനച്ഛനും അമ്മച്ചിക്കും മറ്റു മക്കൾക്കും അപ്പച്ചൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹനിർഭരമായ, പ്രാർത്ഥനാ നിർഭരമായ അനുശോചനം അറിയിക്കുകയും ഈ വേദനയിൽ ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് ഈ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നുകൊണ്ട്, മുന്നോട്ടുള്ള പ്രാർത്ഥനകളിൽ പങ്കുചേർന്നുകൊണ്ട് അറിയിക്കുകയും ചെയ്യുകയാണ്. പെസഹ കാലത്ത് ഈ അപ്പച്ചൻ തൻ്റെ ജീവിതയാത്ര അവസാനിപ്പിച്ച് യഥാർത്ഥ കുടുംബത്തിലേക്ക് യാത്രയാകുമ്പോൾ ഈ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പുഷ്ടിയുടെ പ്രകടനമാണ് സ്വന്തം ഭാര്യയും മക്കളും അടങ്ങിയ കുടുംബത്തിന് അതീതമായ ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ തക്ക വിധം വളർന്ന് പന്തലിച്ച് തണലേകുന്ന വടവൃക്ഷമായി തീരുക എന്നുള്ളത് അത് ഈ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യമാണ്. ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 4 മക്കളെ സമർപ്പിതരായി വൈദികരായി സഭയ്ക്ക് നൽകിയപ്പോൾ അവർ യേശുവിനോട് വളരെ ഇഷ്ടമുള്ളവരാണ്, സഭയോട് വിശ്വസ്തത പാലിക്കുന്നവരാണ്, പാവപ്പെട്ടവരോട് ഒത്തിരി സ്നേഹമുള്ളവരാണ്. അവരുടെ ജീവിതവും ശുശ്രൂഷയും സഭയിൽ ഈ സമൂഹത്തിന് നൽകുന്ന ആ ആത്മീയ പുഷ്ടി, അത് ഈ അപ്പച്ചൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയുടെ, പുഷ്പിക്കലിൻ്റെ, ഫലമണിയലിൻ്റെ വളരെ പ്രകടമായ ഒരു അനുഭവമാണ് നമുക്ക്. യേശു ഉത്ഥാനം ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പുഷ്ടിയാണ്. നമ്മളാണ് ഈ തെളിവായി ഏറ്റവും വലിയ അത്ഭുതമായി നിൽക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ അപ്പച്ചൻ സത്യത്തിൽ നമുക്കൊക്കെ വെല്ലുവിളിയായി, നമുക്കൊക്കെ പ്രചോദനമായി ഈ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. നമ്മുടെ ജീവിതം വിശുദ്ധ പൗലോസിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ പറയും. നമ്മൾ വിശ്വാസത്തിലൂടെ നീതിമത്കരിക്കപ്പെടുകയും സ്നേഹത്തിലൂടെ നമ്മുടെ ജീവിതത്തെ രക്ഷയുടെ അനുഭവമാക്കി പ്രകടനമാക്കി മാറ്റുകയും പ്രത്യാശയിലൂടെ മഹത്വീകൃതരാവുകയും ചെയ്യുമെന്നാണ്. നമ്മൾ പക്ഷേ ഈ വിശ്വാസം സ്നേഹത്തിലൂടെ ജീവിക്കുമ്പോൾ അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന മഹത്വീകരണത്തിൻ്റെ മുൻ ആസ്വാദനം
അനുഭവിക്കാൻ സാധ്യതയുള്ള വ്യക്തികളാണ്. ഈ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നീതിമത്കരിക്കപ്പെട്ട് യേശുവിന് സ്വന്തമായി, ദൈവത്തിന് സ്വന്തമായി മാറിയ ജീവിതമാണ്. അതിൻ്റെ ഫലമായി നിരന്തരം സ്നേഹപ്രവൃത്തികളിലൂടെ അത് രക്ഷയുടെ അനുഭവമായി തനിക്കും ചുറ്റുമുള്ളവർക്കും പ്രകടമായതാണ്. പക്ഷെ അതോടൊപ്പം ഈ അപ്പച്ചൻ ഈ ലോകത്തിൽ തന്നെ വരാനിരിക്കുന്ന ആ സ്വർഗീയ മഹത്വം, തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വീകരണം മുൻകൂട്ടി അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ സഹോദരന് ഇരിക്കപ്പൊറുതിയില്ലാത്ത വിധം നിരന്തരം മരിക്കുന്നതുവരെ ക്രിയാത്മകതയിൽ നന്മ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ നിരന്തര ആഗ്രഹമായിരുന്നു, തീക്ഷ്ണതയായിരുന്നു. നമുക്കപ്പോൾ ഈ വലിയ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ അപ്പച്ചനെ യാത്ര നൽകുമ്പോൾ ഒത്തിരി നന്ദി പറയാൻ, നന്ദിയോടെ നമുക്ക് ഈ ബലിയർപ്പിക്കാം. ഈ 7 മക്കളോടൊപ്പം, പ്രത്യേകിച്ച് ഈ അച്ഛന്മാരോടും ഈ സിസ്റ്റേഴ്സിനോടുമൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, ഈ അമ്മച്ചിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ഉത്ഥാനത്തിൻ്റെ വലിയ തെളിവായി ഈ അപ്പച്ചന് നൽകിയതിന്, അതുപോലെ തന്നെ വരാനിരിക്കുന്ന മഹത്വം മുൻകൂട്ടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതിന്. അതോടൊപ്പം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ സഹോദരന് ദൈവം നിത്യമായ ശാന്തിയും പ്രകാശവും സൗഭാഗ്യവും നൽകട്ടെ എന്ന്. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ മാനുഷികമായ ബലഹീനതകളിലൂടെ വന്നിട്ടുണ്ടാകാവുന്ന എല്ലാ പാപങ്ങൾക്കും നമുക്ക് ഒന്നിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കാം. അതോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളെയും നമുക്കൊരുക്കാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് ഈ ബലിയർപ്പണത്തിന് നമ്മളെ തന്നെ യോഗ്യരാക്കാം.